ഒരു സംരംഭകന് അതും വെറും 5 വർഷം കൊണ്ട് പൂജ്യത്തിൽ നിന്ന് കോടികളുടെ ബിസിനസ്സിലേക്ക് എത്താൻ കഴിയുമോ? അതെങ്ങനെ സാധിക്കും? ഇന്ന് നമ്മൾ അങ്ങനെയൊരു വിജയകഥയുടെ പിന്നിലെ രഹസ്യങ്ങൾ, അതിന്റെ ഓരോ ഘട്ടവും വിശദമായി തന്നെ മനസ്സിലാക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് അവസാനത്തെ ഫലത്തിൽ നിന്ന് തന്നെ തുടങ്ങാം, അല്ലേ? 12 കോടി രൂപ. അതാണ് വാർഷിക വിറ്റുവരവ്. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്, 12 കോടി. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, വെറും 5 വർഷം കൊണ്ട് ഇതെങ്ങനെ സാധിച്ചു? ഇതിന്റെ ഉത്തരം ഒരു ഗ്രോത്ത് പിരമിഡ് അഥവാ വളർച്ചയുടെ പിരമിഡിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. നമുക്ക് അതിന്റെ ഓരോ തട്ടുകളായി പരിശോധിച്ചു തുടങ്ങാം. ഏതൊരു വലിയ കെട്ടിടത്തിനും വേണ്ടതെന്താണ്? ശക്തമായ ഒരടിത്തറ, അല്ലേ? അതുപോലെ തന്നെയാണ് ബിസിനസ്സിലും. നമുക്ക് ആ പിരമിഡിന്റെ ഏറ്റവും താഴെ നിന്ന്, അതിന്റെ അടിസ്ഥാന ശിലയിൽ നിന്ന് തന്നെ തുടങ്ങാം. അതാണ് ശരിയായ ചിന്താഗതി. ഈ വാക്കുകളൊന്ന് ശ്രദ്ധിച്ചു കേൾക്കൂ. ഇതിലാണ് എല്ലാം തുടങ്ങുന്നത്. ഈ സംരംഭകന്റെ വിജയത്തിന്റെ യഥാർത്ഥ പ്രേരകശക്തി എന്താണെന്ന് ചോദിച്ചാൽ അത് അദ്ദേഹത്തിന്റെ ഉള്ളിലെ ആ തീയായിരുന്നു. ഒരിടത്തും ഒതുങ്ങിക്കൂടാൻ അനുവദിക്കാത്ത ആ ഒരു വിശപ്പ്. അപ്പോൾ ഈ ഉള്ളിലെ തീ എന്ന് പറയുന്ന ആ ഒരു വികാരത്തെ അദ്ദേഹം എങ്ങനെയാണ് പ്രായോഗികമാക്കിയത്? അതിനായി 3 കാര്യങ്ങളാണ് ചെയ്തത്. 1, വലുതായി ചിന്തിച്ചു. 2, ആ വലിയ ലക്ഷ്യങ്ങൾ വെറുതെ മനസ്സിൽ കാണാതെ എഴുതിവെച്ചു. 3ാമത്തതും ഏറ്റവും പ്രധാനപ്പെട്ടതും, അതിനുവേണ്ടി നിരന്തരം പ്രയത്നിച്ചുകൊണ്ടേയിരുന്നു. ശരി, ചിന്താഗതി ശരിയായി. പക്ഷേ അതുമാത്രം മതിയോ? ഒരിക്കലുമില്ല. ആ ചിന്തകളെ എങ്ങനെയാണ് അദ്ദേഹം യഥാർത്ഥ ബിസിനസ്സാക്കി മാറ്റിയത്? അതാണ് നമ്മുടെ പിരമിഡിന്റെ അടുത്ത തരം, വളർച്ചയുടെ തന്ത്രങ്ങൾ. അദ്ദേഹത്തിന്റെ ആദ്യത്തേതും ഒരുപക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടതുമായ തന്ത്രം ഇതായിരുന്നു: സ്വന്തം നാട്ടിൽ ഒതുങ്ങിക്കൂടാതെ ഉപഭോക്താക്കളുടെ ശൃംഖല വലുതാക്കുക. സാധാരണഗതിയിൽ പലരും സ്വന്തം നഗരത്തിലോ അല്ലെങ്കിൽ കുറച്ച് കിലോമീറ്റർ ചുറ്റളവിലോ ഒതുങ്ങുമ്പോൾ അദ്ദേഹം ഇന്ത്യയെ മുഴുവനായിട്ട് തന്റെ മാർക്കറ്റായി കണ്ടു. ചെന്നൈയിൽ ഒതുങ്ങാതെ ഇന്ത്യ മുഴുവനെന്ന ആ ഒരു കാഴ്ചപ്പാട്, അതായിരുന്നു വളർച്ചയുടെ ആദ്യത്തെ വലിയ കുതിച്ചുചാട്ടം. അവസരങ്ങൾ ഇങ്ങോട്ട് വരാൻ വേണ്ടി അദ്ദേഹം കാത്തിരുന്നില്ല, മറിച്ച് അങ്ങോട്ട് തേടിപ്പിടിക്കുകയായിരുന്നു. കിട്ടുന്ന ഒരവസരം പോലും പാഴാക്കരുത്, അതിനെ മുറുകെ പിടിക്കുക. അതായിരുന്നു അദ്ദേഹത്തിന്റെ പോളിസി. രാജ്യം മുഴുവൻ ബിസിനസ് ചെയ്യണമെന്ന് തീരുമാനിച്ചാൽ മാത്രം മതിയോ? പോരാ. ആളുകൾക്കറിയുന്ന, അവർ വിശ്വസിക്കുന്ന ഒരു ബ്രാൻഡ് ഉണ്ടാക്കിയെടുക്കണം. അതിനുവേണ്ടി അദ്ദേഹം 3 പ്രധാന വഴികളാണ് ഉപയോഗിച്ചത്. നോക്കൂ, ആളുകൾ കൂടുന്ന വലിയ എക്സിബിഷനുകളിൽ പങ്കെടുത്തു. അതേസമയം സോഷ്യൽ മീഡിയയിലൂടെ നിരന്തരം ആളുകളുമായി സംസാരിച്ചു. പോരാത്തതിന് ഇൻഡസ്ട്രിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാഗസിനിൽ എല്ലാ മാസവും പരസ്യം നൽകി. അതായത് ഓൺലൈനിലും ഓഫ്ലൈനിലും ഒരുപോലെ ശക്തമായൊരു സാന്നിധ്യമായി മാറി. ശരി, ഇപ്പോൾ വലിയൊരു ചിന്താഗതിയുണ്ട്. അത് പ്രാവർത്തികമാക്കാൻ നല്ലൊരു പ്ലാനുമുണ്ട്. പക്ഷേ ഇതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു എഞ്ചിൻ വേണ്ടേ? അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആ എഞ്ചിൻ എന്നത് അദ്ദേഹത്തിന്റെ ശക്തമായ ടീമായിരുന്നു. ഒരു സൂപ്പർമാനായി എല്ലാം ഒറ്റയ്ക്ക് ചെയ്യാൻ അദ്ദേഹം ശ്രമിച്ചില്ല. പകരം അദ്ദേഹത്തിനൊരു അവഞ്ചേഴ്സ് ടീമിനെയായിരുന്നു ആവശ്യം. കാരണം ഇന്ത്യ പോലെ ഇത്രയും വലിയൊരു രാജ്യത്ത് 18 സംസ്ഥാനങ്ങളിൽ ബിസിനസ് ചെയ്യാൻ ഒരാൾക്ക് ഒറ്റയ്ക്ക് കഴിയില്ലെന്ന് അദ്ദേഹത്തിന് നല്ല ബോധ്യമുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ തന്ത്രം വെറുതെ ആളുകളെ ജോലിക്ക് വെക്കുക എന്നതായിരുന്നില്ല, മറിച്ച് രാജ്യത്തിന്റെ പല തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിലും മിടുക്കരായ ആളുകളെ നിയമിച്ചു. എന്നിട്ട് അവിടുത്തെ മാർക്കറ്റിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം അവർക്ക് നൽകി അവരെ ശാക്തീകരിച്ചു. തന്റെ ഒരു റീജിയണൽ മാനേജരോട് അദ്ദേഹം പറഞ്ഞ ഈ വാക്കുകൾ കേട്ടാൽ മാത്രം മതി ആ വിശ്വാസം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ. ഇവിടെ നിങ്ങൾ തന്നെയാണ് ബോസ് എന്ന് പറയുന്നതിലൂടെ അദ്ദേഹം അവർക്ക് നൽകുന്നത് വെറും ജോലിയല്ല, പൂർണ്ണമായ അധികാരവും സ്വാതന്ത്ര്യവുമാണ്. ഇതിനെ നമുക്കൊരു കാറുമായി ഉപമിക്കാം. സെയിൽസ് ടീമാണ് കാറിന്റെ സ്റ്റിയറിംഗ് പിടിക്കുന്നതെങ്കിൽ അതിനെ മുന്നോട്ട് തള്ളുന്ന എഞ്ചിനാണ് ബാക്ക് എൻഡ് ടീം. ഈ രണ്ടും ഒരുപോലെ ശക്തമല്ലെങ്കിൽ വണ്ടി ഒരിഞ്ച് മുന്നോട്ടു പോകില്ലെന്ന് അദ്ദേഹം വിശ്വസിച്ചു. അപ്പോൾ അടിത്തറയായി വലിയ ചിന്താഗതി, അതിനു മുകളിൽ വളർച്ചയുടെ തന്ത്രങ്ങൾ, അതിനെ ചലിപ്പിക്കാൻ ശക്തമായൊരു ടീം എന്ന എഞ്ചിൻ. എന്നാൽ ഈ എഞ്ചിൻ ഓടണമെങ്കിൽ ഒരു ഇന്ധനം വേണ്ടേ? അതാണ് നമ്മുടെ പിരമിഡിന്റെ ഏറ്റവും മുകളിലുള്ള ഭാഗം, വ്യക്തിപരമായ അഭിനിവേശം. പല സിഇഒമാരും AC മുറികളിലിരുന്ന് കാര്യങ്ങൾ നിയന്ത്രിക്കുമ്പോൾ ഇദ്ദേഹം ഇപ്പോഴും ഒരു സെയിൽസ്മാനാണ്. മാസത്തിൽ 20 മുതൽ 22 ദിവസം വരെ യാത്രയിലായിരിക്കും. ഒന്നാലോചിച്ചു നോക്കൂ, അത്രയും ദിവസം റോഡുകളിൽ. ഒരുപക്ഷേ ഈ വിജയകഥയിലെ ഏറ്റവും വലിയ രഹസ്യമിതായിരിക്കും. യാത്രയോടുള്ള അദ്ദേഹത്തിന്റെ അടങ്ങാത്ത ഇഷ്ടത്തെ അദ്ദേഹം തന്റെ ജോലിയായ സെയിൽസുമായി സ്പോയോജിപ്പിച്ചു. അതോടെ എന്ത് സംഭവിച്ചു? കഠിനാധ്വാനമെന്നത് ഒരു ഭാരമല്ലാതായി, മറിച്ച് അതൊരു ആവേശകരമായ യാത്രയായി മാറി. ഈ ടൈം ലൈൻ നോക്കൂ. ഒരു ചെറിയ തുടക്കത്തിൽ നിന്ന് ഓരോ വർഷവും ആ പിരമിഡിന്റെ ഓരോ ഭാഗവും എങ്ങനെയാണ് അദ്ദേഹം കെട്ടിപ്പൊക്കിയതെന്ന് ഇതിൽ വ്യക്തമാണ്. അതിന്റെ ഫലമോ 5ാമത്തെ വർഷം 12 കോടി വിറ്റുവരവുള്ള ഒരു വലിയ കമ്പനി. അപ്പോൾ ഈ കഥയിൽ നിന്ന് നമുക്ക് ഓരോരുത്തർക്കും എടുക്കാനുള്ള പാഠം ഇതാണ്. നിങ്ങളുടെ സ്വന്തം ജീവിതത്തിലേക്ക് ഒന്ന് നോക്കൂ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള, നിങ്ങളുടെ അഭിനിവേശമായ ഏത് കാര്യത്തെയാണ് നിങ്ങൾക്ക് ഇതുപോലെ ഒരു വലിയ വിജയമാക്കി മാറ്റാൻ കഴിയുക? ഒന്ന് ചിന്തിച്ചു നോക്കൂ.